നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ് കേരള PSC കോളേജിയറ്റ് എഡ്യൂക്കേഷന്റെ പോസ്റ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിർബന്ധമായും വേണ്ട സ്കില്ല് ആൻസർ റൈറ്റിംഗ് സ്കില്ലാണ്. ഈ ഒരു എക്സാം ഡിസ്ക്രിപ്റ്റീവ് മോഡിലാണ് വരുന്നത്. 2 hours എക്സാം ആണ്. സോ നമുക്ക് 20 ചോദ്യങ്ങൾ നൽകുന്നു. ഒരു ആൻസർ ബുക്ക്ലെറ്റ് ആണ് വരുന്നത്. ഓരോ ചോദ്യത്തിനും അവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വ്യക്തമായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. പലപ്പോഴും കുട്ടികൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രസന്റ് ചെയ്യുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് ഈ ഒരു എക്സാമിന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, പഠനത്തിൻ്റെ കൂടെ തന്നെ നിർബന്ധമായും ആൻസർ റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. സോ നിങ്ങൾ പഠനം നിർബന്ധമായും ആരംഭിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു റിക്വസ്റ്റ് ആണ് എങ്ങനെ ഈ ഒരു സ്കിൽ ഇംപ്രൂവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മാറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സിന്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒന്നുകൂടിയും പറയുന്നു. ഈ ഒരു പോസ്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ കാലാവധി ഈ വർഷം സെപ്റ്റംബറിലാണ് ഫിനിഷ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രത്തോളം സിലബസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ സ്കില്ലൊക്കെ, ആൻസർ റൈറ്റിംഗ് സ്കില്ല്. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചാൽ പോർഷൻസ് കവർ ചെയ്യുള്ളൂ, അതുപോലെ തന്നെ ഈ പറയുന്ന സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കേരളത്തിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫീൽഡിലെ ദ ബെസ്റ്റ് ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടായിരുന്നു. ഇതിനേക്കാൾ മുമ്പ് നടന്ന എക്സാമിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. 2 hours. നമുക്ക് ടോട്ടല് 3 ടൈപ്പ് ചോദ്യങ്ങളാണ്. 3 മാർക്സിൻ്റെ, 5 മാർക്സിൻ്റെ, അതുപോലെ തന്നെ 8 മാർക്സിൻ്റെ. അപ്പം എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിച്ചു ഇതിൻ്റെ ആൻസർ ബുക്ക്ലെറ്റ് നമുക്ക് ഇവിടെ തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബുക്ക്ലെറ്റിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ 3 മാർക്സിൻ്റെ ആണെങ്കിൽ 3 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 4-5 സെൻറ്റൻസ് അത്ര തന്നെയാണ് എഴുതാനുള്ള സ്കോപ്പ്. ആ രീതിയിൽ തന്നെ എഴുതണ്ടോ. അതല്ലാണ്ട് നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം 2 മണിക്കൂറാണ്, 20 ചോദ്യങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ 3 മാർക്സ് ആണെങ്കിൽ അവിടെ ആ ചോദ്യത്തിൻ്റെ സ്കോപ്പ് അനുസരിച്ചിട്ട് നമുക്ക് 5 or 6 മാക്സിമം അത്രയ്ക്ക് സെൻറ്റൻസസ് എഴുതാനുള്ള സ്കോപ്പാണ് അവിടെ വരുന്നത്. അത്ര തന്നെയാണ് എഴുതേണ്ടത്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പേഴ്സണൽ മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ തന്നെ പറയാൻ കാരണം. 5 മാർക്സ് ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ, ഒരു 6-8 സെൻറ്റൻസസ്, ചില സമയത്ത് ഒരു പുറമൊക്കെ ചിലപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. 8 മാർക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് വൺ, ഹൗ ടു ഇംപ്രൂവ് യുവർ ആൻസർ റൈറ്റിംഗ് സ്കിൽ. പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. പലപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ആൻസർ ചെയ്യുന്ന ലാഘവത്തോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു. ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ വാല്യുവേഷനിൽ പോവുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് കുട്ടികൾ ആൻസർ ചെയ്യുന്ന രീതി, ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഇറ്റ്സ് നോട്ട് അപ് ടു ദി മാർക്ക്. അവർ കുറേ പേര് ബൈ ഹാർട്ട് പഠിച്ച് ബുക്കിലുള്ള കാണുന്നത് അതുപോലെ തന്നെ എഴുതുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കീവേഡ് എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം അല്ലെങ്കിൽ 2 വേർഡൊക്കെ ഉണ്ടാവുള്ളൂ. അത് പ്രോപ്പറായിട്ട് എഴുതാണ്ട് ഒരു ബന്ധമില്ലാത്ത പല കാര്യങ്ങളായിരിക്കും എഴുതി വയ്ക്കുക. നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും മാർക്ക് ഇട്ടിട്ട് പോകുന്നു. അതുപോലെ ഇവിടെ കിട്ടില്ല. വ്യക്തമായിട്ടുള്ള ആൻസർ കീ ഉണ്ടായിരിക്കും. ആ ആൻസർ കീയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, അതല്ലാണ്ട് കിട്ടില്ല. ഇവിടെ MCQ ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, ഇത് അതില്ല. ദെൻ ഒരു കുട്ടിയുടെ ഒരു ചോദ്യത്തിനുള്ള ആൻസറിൻ്റെ മാർക്ക് തീരുമാനിക്കപ്പെടുന്നത് അതിൻ്റെ കണ്ടന്റ്, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്. ചോദ്യത്തിന് ആൻസർ നോക്കുമ്പോൾ അവിടെ മെയിനായിട്ട് കണ്ടന്റ് ആണ് എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് എഴുതണ്ടേ, ഗ്രാമറും മറ്റു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വേണ്ടേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഡെയിലി വായിക്കുക. അതുമാത്രമല്ല വെക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് IELTS എക്സാം അല്ല, എന്നാലും ഞാൻ പറയുകയാണ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായും ശ്രമിക്കണം.
ഇതൊരു ദിവസം കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് പതുക്കെ പതുക്കെ ട്രൈ ചെയ്യാം. സോ നല്ല രീതിയിൽ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത്? പല കുട്ടികൾക്കും ഇല്ലാത്ത ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഹറൻസ് എന്ന് പറയും നമ്മൾ. കോഹറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചോദ്യം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിൻ്റെ പ്രത്യേകത നോക്കിയേ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്സിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിന് മാക്സിമം ഒരു 4-5 സെൻറ്റൻസ് അത്രയ്ക്കേ വേണ്ടോ സ്കോപ്പ് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്പർ 1 അതാണ്. നമ്പർ 2, ഹൗ ഡസ് സർവേ സിംപ്ലിഫൈ ദ ക്രോസ് സെക്ഷണൽ റിസർച്ച് ഡിസൈൻ. ആദ്യത്തേൽ എന്താ ചോദിക്കുന്നത്? ഹൗ ഡസ്, എങ്ങനെയാണ്. രണ്ടാമത്തേൽ നോക്കിയേ, ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ ദ സോഷ്യൽ സിസ്റ്റംസ് അപ്രോച്ച് ഓഫ് മാനേജ്മെന്റ്. അവിടെ ഒരു ബ്രീഫ് നോട്ടാണ് ചോദിക്കുന്നത്. മൂന്നാമത്തേൽ ഹൗ ആർ മ്യൂച്വൽ ഓയിങ്സ് ട്രീറ്റഡ് വൈൽ പ്രിപ്പയറിംഗ് എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഒരെണ്ണം എന്താണ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ അടുത്ത് നോക്കി സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സ്റ്റേറ്റ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് GST കൗൺസിൽ. പലപ്പോഴും കുട്ടികൾ ഒരു ചോദ്യം അതൊരു എന്താണ് ക്വസ്റ്റ്യൻ ടൈപ്പ് ചോദ്യമാണോ, സ്റ്റേറ്റ്മെന്റ് കണ്ടോ അവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണോ, ഇൻഡയറക്റ്റ് മോഡിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണോ, ചോദ്യം എന്താണെന്നുള്ളത് പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കാറില്ല. ഓരോ ക്വസ്റ്റ്യനും ഡിമാൻഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഡിസ്കസ് ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൗ, എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യണത്, അതിൻ്റെ ലോജിക്ക് ഇത് പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക, ബൈ ഹാർട്ട് പഠിത്തം പാടില്ല. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കുക. അത് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് മെയിൻ പോയിന്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഇതാണ്, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ചോദ്യം ഡിമാൻഡ് ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതിനെന്താ നിങ്ങളുടെ ഭാഗത്ത് വേണ്ടേ? ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഇപ്പോൾ FM കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചു, അല്ലെങ്കിൽ ഡിവിഡൻറ്റിനെ പറ്റിയിട്ട് പഠിച്ചു, ഇത് രീതിയിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഫോർ എക്സാമ്പിൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ, ഹൗ മ്യൂച്വൽ ഓയിങ്സ് ട്രീറ്റഡ് വൈൽ പ്രിപ്പയറിംഗ് എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാ, എങ്ങനെയാണ്. അപ്പോൾ പ്രിപ്പറേഷനെ പറ്റി എഴുതിയാൽ മതി. GST കൗൺസിലിൻ്റെ ഫംഗ്ഷൻസ് സ്റ്റേറ്റ് ചെയ്യാനേ പറഞ്ഞല്ലോ, എളുപ്പമാണ്. ആ പോയിന്റുകൾ എഴുതുക, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കുക. നേരെ മറിച്ച് താഴെ നമുക്ക് 8 മാർക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറി. മനസ്സിലാവുണ്ടോ? അവിടെ കണ്ടോ, കോർപ്പറേറ്റ് ഗവർണൻസ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യ ഇൻ ഇയേഴ്സ് ഷോ എ പാരഡിയം ഷിഫ്റ്റ് ഫ്രം ദ ജർമ്മൻ, ദ ജപ്പാനീസ് മോഡൽ ടു ദ ആംഗ്ലോ അമേരിക്കൻ മോഡൽ. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഇത്ര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നറിയൂ. അപ്പോൾ ചോദ്യം ഡിമാൻഡ് ചെയ്യണത് എന്താണെന്നുള്ളത് മനസ്സിലാക്കലാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. രണ്ടാമതായിട്ട് ആൻസർ ചെയ്യുമ്പോൾ അവിടെ വേണ്ടത് എന്താ, കണ്ടന്റ് ആണ്. പലപ്പോഴും കുട്ടികളുടെ ആൻസറിൽ ഇല്ലാത്തൊരു സാധനം കണ്ടന്റാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് അതിൽ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ചുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കുറച്ചുള്ളൂ. അതിനെന്ത് ചെയ്യുന്നു, ഇങ്ങനെ വലിച്ചു നീട്ടിയിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നമുക്ക് അങ്ങനെയല്ല വേണ്ടേ. ഒരു പാരഗ്രാഫാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിൽ കറക്റ്റ് വേണ്ട സാധനങ്ങൾ മാത്രം, കണ്ടന്റ് മാത്രം മതി, അതല്ലാത്ത ഒന്നും വേണ്ട. അനാവശ്യമായിട്ടുള്ള ഒരു വേർഡ് പോലും അവിടെ വേണ്ട. ആവശ്യമില്ലാണ്ട് ഇംഗ്ലീഷ് വേർഡ്സ് എന്ത് ചെയ്യണ്ട, കയറ്റി വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണ്ട. അതിനാണ് പറയുന്നത് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കണ്ടന്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടന്റ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്താ, കാര്യം മാത്രം എഴുതി വെച്ചാൽ മതി. അല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയില്ലേ, ആവശ്യമില്ലാത്തത് കളയാൻ, അത് നിങ്ങൾ പഠിക്കണം. അനാവശ്യമായിട്ടാണ് പലപ്പോഴും കുട്ടികളെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാണണമെന്ന് വെച്ചാൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഗ്രിക്കൊക്കെ പഠിക്കണം സമയത്ത് ആവശ്യമില്ലാത്ത കുറേ വേർഡ്സ് ഉണ്ട് റിപ്പീറ്റ് ആയിട്ട് എഴുതി വയ്ക്കുന്നത്.
അതൊന്നും വേണ്ട. കാരണം ഒരു ആൻസർ കീ നോക്കിയിട്ടാണ് ഇത് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ മെയിൻ കണ്ടൻസിലോട്ട് മാത്രം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ഫോക്കസ് കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് രണ്ടാമത് പറയാനുള്ളത്. അത് പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടന്റ് ഫോക്കസ് ചെയ്ത് മാത്രം പഠിക്കുക. ഈ മൂന്നാമത് ഈ പറയുന്ന റൈറ്റിംഗ് സ്കില്ലിൽ നിങ്ങൾക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് സ്ട്രക്ചറിങ് ആണ്. സ്ട്രക്ചറിങ്, ഓരോ ചോദ്യത്തിൻ്റെയും സ്കോപ്പ് അനുസരിച്ച് നിങ്ങൾ അതിനെ സ്ട്രക്ചർ ചെയ്യണം. ഇപ്പോൾ 3 മാർക്സിൻ്റെ ചോദ്യമാണെങ്കിൽ അവിടെ 4-5 സെൻറ്റൻസ് ദാറ്റ്സ് ഇനഫ്. കൂടുതൽ എഴുതാൻ സ്പേസും ഉണ്ടാവില്ല. ഒരു ആൻസർ ബുക്ക്ലെറ്റ് അല്ലേ, കൂടുതൽ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ അതിൽ എഴുതി നേരം കളയണ്ട. കാരണം ഈ ചോദ്യത്തിന് മാക്സിമം 3 മാർക്കുള്ളൂ. 5 മാർക്സ് ആണെങ്കിൽ ആ രീതി. ദെൻ എസ്സേയിലോട്ട് വരുന്ന സമയത്ത് 8 മാർക്സിൻ്റെ ഒക്കെ ആകുമ്പോൾ അവിടെ പ്രോപ്പർ സ്ട്രക്ചർ വേണം. ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ ഡിമാൻഡ് ചെയ്യണു, അപ്പോൾ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടുള്ളത് കൊടുക്കേണ്ടതായിട്ട് വരും, ബോഡി, കൺക്ലൂഷൻ. ഈ രീതിയിൽ നിങ്ങൾ 8 മാർക്സിൻ്റെ ചോദ്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ 5 മാർക്സിൻ്റെ തന്നെ നമുക്ക് ഒരു സെയിം ടോപ്പിക്കിനെ സബ് കാറ്റഗറൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, 2 പാരഗ്രാഫൊക്കെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ സ്ട്രക്ചറിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ചോദ്യം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചുള്ള സ്ട്രക്ചറുകൾ ആൻസറിന് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമിൽ ആർക്കും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് എന്താ, സ്പീഡാണ്. കറക്റ്റ് ടൈമിൽ ഇത് ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കാത്തൊരു പ്രശ്നം. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിങ്ങളിത് ഹോംവർക്ക് ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ഒരു ദിവസം കൊണ്ട് നടക്കില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള നിങ്ങൾക്ക് 2 hours ഇങ്ങനെ ചോദ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, മോക്ക് ചെയ്യണം. മോക്ക് ടെസ്റ്റ് എടുത്ത് വന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇപ്പോൾ ആദ്യം തന്നെ മോക്ക് ടെസ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. കാരണം നമുക്ക് മോക്ക് ടെസ്റ്റ് എടുക്കണമെങ്കിൽ മൊത്തം സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടേ പറ്റുള്ളൂ. ബട്ട് പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ടോ, ഓക്കെ ആണോ, അങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. പലപ്പോഴും കുട്ടികൾക്ക് 2 hours എക്സാം ഇത്ര ചോദ്യങ്ങൾ എഴുതി അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. അറിയാം ഇവർക്കൊക്കെ, ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അറിയാം, ബട്ട് ആ ഇൻ ടൈമിൽ ഇത് പ്രസൻറ്റ് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അതിനെന്താ, പ്രാക്ടീസ് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ പറയാനുള്ള, വേറെ ഒരു സൊല്യൂഷൻ അതിനില്ല. ഇനി 5ാമതായിട്ട് പറയാനുള്ളത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അല്ലെങ്കിൽ എക്സാമിന് എസ്പെഷ്യലി ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലുള്ള എക്സാമുകൾ എഴുതുമ്പോൾ കുട്ടികൾ നിർബന്ധമായും ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് എംപെലിഷ്മെൻറ്റ്സ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങിന് സപ്പോർട്ടീവായിട്ടുള്ള ഡയഗ്രാംസ്, ഗ്രാഫ്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി 8 മാർക്കിൻ്റെ ചോദ്യങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്. പിന്നെ എപ്പോഴും കുട്ടികളുടെ അടുത്ത് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലുള്ള എക്സാമിൽ പറയുന്നതാണ് അണ്ടർലൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കീവേഡ്സിൽ മാത്രമേ അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ. റാൻഡമിലി വെറുതെ അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്ന് വയ്ക്കുക, ഒരു അട്രാക്ഷൻ കിട്ടണമെങ്കിൽ നിർബന്ധമായും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യത്തിനെ പ്രസൻറ്റ് ചെയ്യണ സമയത്ത് ഈ പറയുന്ന അണ്ടർലൈൻ കീവേഡ്സിൽ അണ്ടർലൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഡയഗ്രാമാറ്റിക് ആയിട്ട് എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്ന സ്കോപ്പുള്ള ചോദ്യമാണ്. ഇപ്പോൾ PLC ആണ് ചോദിച്ചിട്ടുള്ളത്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, നമുക്ക് അല്ലേ വരച്ചു കൊടുക്കാം. അപ്പോൾ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്തിരിക്കണം, അതൊരു എഡ്ജ് തന്നെയായിരിക്കും. ഓക്കെ. ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിവിഷന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിർബന്ധമായും നിങ്ങൾ ആൻസർ എഴുതി പഠിക്കുന്നതായിരിക്കണം നിങ്ങളുടെ റിവിഷൻ. നിങ്ങളൊരു കാര്യം പഠിച്ചു, ആ പഠിച്ചത് നിങ്ങൾ മനസ്സിൽ റിവൈസ് ചെയ്യണു, പഠിക്കുന്നു, ബട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് അത് നിങ്ങളുടെ റിവിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആൻസർ റൈറ്റിംഗ് ആയിരിക്കണം നിങ്ങളുടെ റിവിഷൻ. ആ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡീസിനെ കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ബിഗിനിങ്ങിൽ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റണമെന്നില്ല, ബട്ട് നിങ്ങളുടെ സ്റ്റൈല് മാറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, അതിലിപ്പോൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അതിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് അതിനെ റിലേറ്റ് ചെയ്തുള്ള പഠിച്ചു എങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ എഴുതി പഠിക്കുന്നതായിരിക്കണം നിങ്ങളുടെ റിവിഷൻ. അപ്പോൾ ആൻസർ റൈറ്റിംഗ് ആയിരിക്കണം നിങ്ങളുടെ റിവിഷൻ. അങ്ങനെ റിവിഷൻ കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ആൻസർ റൈറ്റിംഗ് ആക്കാൻ നോക്കുക.
ഒരുപാട് നിങ്ങളെ സഹായിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് സ്ലോവിലി മാത്രമേ ചിലപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ റിവിഷൻ എങ്ങനെയാക്കുക? കൺവേർട്ട് യുവർ റിവിഷൻ സ്റ്റൈൽ ടു റൈറ്റിങ്ങിലോട്ട് മാറ്റുക. അങ്ങനെയാകുമ്പോൾ സ്പീഡ് കൂടും, നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിലെത്തി നിങ്ങൾക്കൊരു സംശയമില്ലാണ്ട് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പഠനത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോപ്പർ റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഡ്ജ് ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പോസിബിൾ അല്ല. പല കുട്ടികൾക്കും സബ്ജക്ട് നോളജ് ഉണ്ട്, റൈറ്റിംഗ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പിലോട്ട് വരാൻ സാധിക്കാത്തത്. പ്രസൻറ്റേഷൻ സ്കില്ല് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആയതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറഞ്ഞ്. ഇനി റിവിഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് പഠിച്ചാലും ആ പഠിച്ച കാര്യങ്ങൾ എന്ത് എഴുതിയാലും അതിനെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ തന്നെ ആൻഡ് ഫൈനലി ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ്. ഒരു പ്രാവശ്യം എഴുതി നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് എഴുതി നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. ബട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ത് കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾ തന്നെ നോക്കുക, അനലൈസ് ചെയ്യുക അതിലെ പോരായ്മകൾ. ഇൻഡയറക്റ്റ് മോഡിലുള്ളൊരു ചോദ്യമാണ് എങ്കിൽ ഞാൻ എഴുതിയത് ഓക്കെ ആണോ, ബെറ്റർ ആണോ എന്നുള്ളത് നോക്കുക, അനലൈസ് ചെയ്യുക. ആ ചോദ്യത്തിന് പഠിക്കുമ്പോഴുള്ള കാര്യം പറയണം. നിങ്ങളെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, അതിനുശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ല് കൂടുള്ളൂ, ഇംപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓഫ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായും 7 കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, അറിവ് മാത്രം പോരാ, അത് എഴുതി ഫലിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.